ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്നെ വിശ്വാസമുണ്ടോ നല്ല മനുഷ്യന്മാരെ? രാവിലെ പാട്ട് പെറുക്കാൻ വരുന്ന ബംഗാളി മുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ കൊഞ്ഞണം കുത്തി കുരച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിലെ പട്ടിക്ക് പോലും എന്നെ വിശ്വാസമില്ല. അപ്പഴാ അത് വിട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് അന്ധമായ കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ? ഐ മീൻ അന്ധവിശ്വാസം. കാര്യം 2 ദിവസം മുമ്പേ ഞാൻ അറിയാതെ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നൊന്ന് നഖം വെട്ടിപ്പോയി. കഴിഞ്ഞ്. അതോടെ കഴിഞ്ഞല്ല. ദാണ്ട വരുന്നു നാഗസൈരന്ധിനി ദേവിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എൻ്റെ അമ്മൂമ്മ. എന്തൊരു ഓസ്കാർ അഭിനയമായിരുന്നെന്നോ. എൻ്റെ അമ്മേ! അയ്യോ! ഇവള് വീട് മുടിക്കാൻ പോകുന്നേ. ദേ വീട് കടം കേറി മുടിയാൻ പോകുന്നേ. ശ്ശോ! അല്ല എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാ. ഞാൻ വെട്ടിയിട്ട നഖം എന്തുവാ? രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി വീടിൻ്റെ ആധാരം എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പോകുന്നു. എന്തുവാ ഇത്? എന്തുവാ ഇത്? പിന്നെന്തുവാ കൈ ചൊറിഞ്ഞാ പൈസ വരുമെന്നോ? ആ അതും കേട്ട് കയ്യും ചൊറിഞ്ഞ് ഞാൻ എത്ര നാൾ നോക്കിയിരുന്നെന്നറിയോ? അവസാനം ചൊറിച്ചില് കണ്ട് സഹി കെട്ട് എൻ്റെ അമ്മ എന്നെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് പൈസ ഇങ്ങോട്ട് വരുന്ന കാര്യമല്ല, പൈസ അങ്ങോട്ട് പോകുന്ന കാര്യമാണെന്ന്. രൂപ 5000 എണ്ണി കൊടുത്തത് കരപ്പനുള്ള മരുന്ന് കിട്ടാൻ. ബ്ലഡി കൺട്രി ഗ്രാമവാസീസ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു അമ്മൂമ്മയുണ്ട്. ഒന്നിപ്പഴച്ചാ മൂന്നാ, ഒന്നിപ്പഴച്ചാ മൂന്നാ എന്നാ പറയുന്നത്. ശരിയാ, അവരുടെ 3 മക്കളും പിഴയാ. മൂത്ത പുത്രനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കണ്ട പെൺപിള്ളേർക്കൊക്കെ അശ്ലീല മെസ്സേജ് അയച്ച് ഇപ്പം ജയിലിലെങ്ങാണ്ടാണെന്നാണ് കേട്ടത്. നടുക്കത്തവനെ കുറിച്ച് പറയാനാണെങ്കിൽ അവന് ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ല കൂടിയ ഇനം ബിസിനസ്. അതായത് നമ്മുടെ നാട്ടിലെ വലിയ വലിയൊക്കെ മാമന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് പുട്ടുകുറ്റിക്കകത്തോ വഞ്ചിക്കുറ്റിക്കകത്തോ ഒക്കെ വെച്ചുണ്ടാക്കിയ എന്തരോ പാനീയങ്ങളൊക്കെ വിറ്റ് അതിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പുള്ളി പൊളിവിലാണെന്നെങ്ങാണ്ടാ കേട്ടത്. ഒടുക്കത്തവൻ്റെ കാര്യം പറയാനാണെങ്കിൽ അവന് ഒടുക്കത്ത നല്ല സ്വഭാവം ആയതുകൊണ്ട് നല്ല നടപ്പിനുള്ള പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി ഏതോ ധ്യാനകേന്ദ്രത്തിലാണെന്ന് ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടത്. നാട്ടിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നാട്ടിൽ ചിലരോടത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ 1-ാം തീയതി ഉണ്ടല്ലോ, മലയാള മാസം 1-ാം തീയതി ഇങ്ങനെ ഓരോരുത്തരെ വീട് കയറാൻ വേണ്ടി ഇങ്ങനെ വിളിക്കും. അതായത് ഇപ്പോൾ വീട് കയറുന്നവരുടെ ഐശ്വര്യം പിന്നെ ആ മാസം മുഴുവൻ ആ വീട്ടിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു അമ്മൂമ്മയുണ്ട്, രുക്മിണി അമ്മ 98 നോട്ട് ഔട്ട്. 1-ാം തീയതി ആയി ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് എന്നോട് വന്ന് പറയും, എൻ്റെ പൊന്നുമോളെ വീട്ടിലെന്നല്ല ചെത്തിപ്പെറുക്കി ഇട്ടേക്കുന്ന മുറ്റത്ത് പോലും എൻ്റെ പൊന്നുമോൾ 1-ാം തീയതി ആയിട്ട് കയറില്ലേന്ന്. നമ്മൾ ന്യൂജൻ പിള്ളേരല്ലേ, നമുക്കുണ്ടോ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ? 1-ാം തീയതി ആകും, ഞാനവിടെ പോകും, ചായ കുടിക്കും. പക്ഷേ ഈ വട്ടം ചതിച്ച്. ഈ വട്ടം ഞാൻ പോയി ചായ മേടിച്ചു കുടിച്ച്. ആ മാസം തീരാൻ 5 മിനിറ്റ് ആഡ് ഓൺ ടൈമിൽ അമ്മൂമ്മയുടെ വിക്കറ്റ് തെറിച്ച്. അയ്യയ്യോ എന്ത് പറയാൻ, എൻ്റെ കഷ്ടകാലം. ഓ നോ, കഷ്ടകാലമല്ല. കഷ്ടകാലം എന്ന് പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണല്ലോ. കഷ്ടകാലമല്ല. പക്ഷേ ഇപ്പം നാട്ടുകാരെന്നെ കാണുന്നത് ഒരു അപശകുനമായ കുട്ടിയെപ്പോലാണ്. എന്ത് പറയാനാ, 1-ാം തീയതി ആയപ്പോൾ വീട്ടിൽ നിന്ന് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാ. ഓ മൈ ബാഡ് ലക്ക്. ഇതിപ്പോൾ എന്തൊക്കെയായാലും ഈ വീഡിയോ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ഞാൻ അയ്യപ്പന് നെയ്യഭിഷേകവും ശിവന് കൊളുത്തുമാലയും പിന്നെ അച്ഛനെ കൊണ്ട് അയ്യപ്പൻ്റെ അമ്പലത്തിന് ചുറ്റും 50 തവണ ശയന പ്രദർശനമൊന്നും നടന്നിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. മാമനോടൊന്നും തോന്നല്ലേ.